ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഭവാനിയുടെ പ്രകാരം ഭവാനിയെ കാണാൻ ബംഗ്ലാ റൂട്ടിലോട്ട് അച്യുതൻ വരികയാണ്. പക്ഷേ ഭവാനി കാണാതെ അച്യുതൻ ഒരു പൊളിഞ്ഞ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇതേ സമയം ഭവാനി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു കാറിലാണ് അവർ വന്നിട്ടുള്ളത്. അവരെ കാണാൻ വേറെ ഒരാൾ ജീപ്പിലും വരുന്നുണ്ട്. അത് ആ ഭാഗത്തുള്ള ഒരു പ്രശസ്തനായ ഗുണ്ടയായിരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് അച്യുതൻ കേൾക്കുകയാണ്. അപ്പോൾ ഭവാനി ആ ഗുണ്ടയുടെ അടുത്ത് പറയുന്ന ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിലുള്ള ഒരു ഡ്രൈവറുടെ കയ്യിൽ 2.5 വയസ്സ് പ്രായമായുള്ള ഒരു കുഞ്ഞിനെ കൊടുത്തിരുന്നു. അയാൾ ആ കുഞ്ഞിനെ കൊന്നോ അല്ലെങ്കിൽ വേറെ എന്താണ് ചെയ്തത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം. ഈ നാട്ടിൽ വെച്ചിട്ട് ഞാൻ അയാളെ കണ്ടിരുന്നു. പക്ഷേ അയാൾ ഒഴിഞ്ഞു മാറിപ്പോയി. ഇന്ന് ഞാൻ അയാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരുമോ വരില്ലയോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ആ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം. കാരണം അതെൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യും. കൂടാതെ എൻ്റെ മകളേനിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് അവളുടെ അമ്മായിയുടെ മകനുമായിട്ട്. അതും മുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ആ കുഞ്ഞിന് കറക്റ്റായിട്ട് ആ കുഞ്ഞൊന്ന് മരിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ അച്യുതൻ എന്താണ് ആ കുഞ്ഞിനന്ന് ചെയ്തത് എന്ന് എനിക്കറിയണം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഭർത്താവ് എനിക്കും സാഗറിനും ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സായിരുന്നു കണ്ണൂരിൽ. ആ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ സാഗറിൻ്റെ ചേട്ടൻ, പോലീസുകാരനായ സത്യ എന്നുള്ള ചേട്ടൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചിരുന്നു. പക്ഷേ അയാൾ അന്ന് ഞങ്ങളെ സഹായിച്ചില്ല. എൻ്റെ ഭർത്താവ് മരിക്കുകയും ചെയ്തു. അപ്പോൾ അയാളോടുള്ള പ്രതികാരം വീട്ടാനായി അയാളുടെ 2.5 വയസ്സുള്ള മകളേനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ തട്ടിക്കൊണ്ടുവന്നു. കണ്ണൂരിലായിട്ടാണ് കൊടുന്നത്. കണ്ണൂരിലായിരുന്നു ഞങ്ങളുടെ ബിസിനസ്സുകളൊക്കെ. അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെ 2.5 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. ആ കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ കൊടുന്നാക്കി. ഞങ്ങളൊരു വാടകയ്ക്കൊരു വീടെടുത്തിരുന്നു. ആ വാടക വീട്ടിലാക്കി. അങ്ങനെ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഫാർമസി കമ്പനിയിലേക്ക് ചില കാര്യങ്ങൾക്കായി ഒരു ഡ്രൈവറെ ഞങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു. അയാൾക്കൊരു പഴയ അംബാസഡർ കാർ ഉണ്ടായിരുന്നു. അയാൾ എന്നെ കാണാൻ വന്നത്. ഞങ്ങളുടെ ബിൽഡിംഗ് പൂട്ടിയതിന് പ്രകാരം അയാൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജീവിക്കാൻ. അയാൾ എന്നോട് എന്തെങ്കിലും സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ എനിക്കും സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും ആയിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടിയ ഓഹരിയെല്ലാം ഞങ്ങൾ ബിസിനസ്സിലോട്ട് ഇറക്കിയിരുന്നു. പിന്നെ സാഗറിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോയി ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അവരായിട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കാരണം. പക്ഷേ എന്നോട് അയാളെ വിഷമം പറഞ്ഞപ്പോൾ ഞാൻ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയത്താണ് ഈ കുഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ നിന്നിരുന്ന് കരയുന്നത് കേട്ടത്. അപ്പോൾ കരയുന്നത് കേട്ടപ്പോൾ അയാൾ എന്നോട് ചോദിച്ചിരുന്നു, ഇതാരുടെ കുഞ്ഞാണ് ഈ കരയുന്നത്, മാഡത്തിൻ്റെ കുഞ്ഞാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇതെൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഞാൻ തട്ടിക്കൊണ്ടു വന്നതാണ്. എൻ്റെ ഭർത്താവ് മരിക്കാനും എൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്കും കാരണക്കാരനായ ആളുടെ മകളാണ്. അയാളും ആ വിഷമം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന്. പിന്നെ ഇയാൾ എന്നോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല വ്യക്തി അച്യുതനാണെന്ന് എനിക്ക് തോന്നി. അയാളുടെ ദാരിദ്ര്യത്തെ ഞാൻ ചൂഷണം ചെയ്യാനും തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അയാളോട് ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ അയാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ അക്കൗണ്ടിലോട്ട് 15 ലക്ഷം രൂപ വരുമെന്ന്. അപ്പോൾ അയാൾ വിചാരിച്ചതൊരു ചെറിയ കാര്യമായിരിക്കും എന്നാണ്. എൻ്റെ ഡിമാൻഡ് എത്രയായിരുന്നു? അഭിരാമിയെ, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. പക്ഷെ ആദ്യം അയാൾ അതിന് സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു. കാരണം ഇത്രയും വലിയൊരു പൈസയാണ് ഞാൻ ഓഫർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് സമ്മതിക്കാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അയാളും അത്രയ്ക്കധികം ദാരിദ്ര്യത്തിലായിരുന്നു. ഞാൻ പറഞ്ഞ ഡിമാൻഡ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഭർത്താവിനെ മരിക്കാൻ കാരണക്കാരനായ ആളുടെ കുഞ്ഞ്, അയാളും അയാളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് ഞാൻ അച്യുതനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കുട്ടിയെ ഏതെങ്കിലും കാടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ പാറയുടെ മുകളിൽ കൊണ്ടുപോയിട്ടോ തള്ളിയിടുകയോ കൊല്ലണം എന്ന് ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തെളിവ് എനിക്ക് അയച്ചു തന്നാൽ
15 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. തെളിവ് എപ്പോൾ കിട്ടുന്നോ അപ്പോൾ അയാളുടെ അക്കൗണ്ടിലോട്ട് 15 ലക്ഷം രൂപ വരുന്നു. മനസ്സോടെ അയാൾ സമ്മതിച്ചു. ഞാൻ കുട്ടിയെ എടുക്കാൻ വേണ്ടി ഞാൻ കുട്ടിയെ റൂമിൽ നിന്ന് എടുത്തു കൊണ്ടുകൊടുത്തു. കുഞ്ഞ് അപ്പോഴും നന്നായി കരയുന്നുണ്ടായിരുന്നു. കുട്ടിയെ കൊണ്ടുകൊടുത്തു. അയാൾ കുട്ടിയൊക്കെ കളിപ്പിച്ച് ഒന്ന് വശത്താക്കിയതിന് ശേഷമാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. പിന്നെ ഞാൻ പറഞ്ഞ നിർദ്ദേശപ്രകാരം എനിക്ക് അയാൾ തെളിവ് അയച്ചു തരികയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഗുണ്ട ചോദിക്കും, മാഡം എന്ത് തെളിവാണ് അന്ന് അച്യുതൻ മാഡത്തിന് അയച്ചു തന്നത് ഈ കുഞ്ഞിനെ കൊന്നു എന്നതിൻ്റെ പ്രൂഫ്? അപ്പോൾ ഭവാനി പറയും, എനിക്ക് ആ കുഞ്ഞിനെ വണ്ടി ഇടിപ്പിച്ചിട്ടാണ് അച്യുതൻ അന്ന് കൊന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ, അതായത് കുഞ്ഞ് മരിച്ചു കിടക്കുന്നതിൻ്റെയും കുഞ്ഞിനെ വണ്ടി ഇടിപ്പിക്കുന്നതിൻ്റെയും വീഡിയോ അന്ന് അച്യുതൻ എനിക്ക് അയച്ചു തന്നിരുന്നു. അതിപ്പോഴും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ഗുണ്ടയ്ക്ക് ഭവാനി ആ വീഡിയോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു സംശയം, അച്യുതൻ അന്ന് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ കൊന്നിരുന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അയാൾ ഈ നാട്ടിൽ തന്നെയുണ്ട്. ഈ നാട്ടിൽ എവിടെയോ ആണ് അയാൾ താമസിക്കുന്നത്. അപ്പോൾ അയാളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ നീ കൃത്യമായിട്ട് അന്വേഷിച്ച് എന്നെ അറിയിക്കണം. കാരണം ഇപ്പോൾ എൻ്റെ മകൾ അഞ്ജനയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സമയമാണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ ഞാനാണ് ഈ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് എൻ്റെ സാഗറിൻ്റെ വീട്ടുകാർ അറിഞ്ഞാൽ അത് പ്രശ്നമാണ്. സാഗറിൻ്റെ വീട്ടുകാരെക്കുറിച്ച് അച്യുതന് അറിവൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു കാരണവശാൽ അച്യുതൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്യുതൻ അത് മിസ്യൂസ് ചെയ്ത് കഴിയും. അപ്പോൾ എൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. കൂടാതെ എൻ്റെ മകളുടെ വിവാഹത്തിനെയും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയാണ്. നീ കൃത്യമായിട്ട് ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നെ അറിയിക്കണം എന്ന് ആ ഗുണ്ടയുടെ അടുത്ത് ഭവാനി കൊട്ടേഷൻ കൊടുക്കുകയാണ്. അയാൾ ഓക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സംഗീതേനെയാണ്. സംഗീതയും ഭർത്താവും വളരെ സന്തോഷിച്ച് ചിരിച്ച് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് താഴെ നമ്മുടെ സൗഭാഗ്യമ്മ ഇരിക്കുന്നുണ്ട്. സൗഭാഗ്യമ്മ ചോദിക്കും, എന്താണ് ഒരു ചിരിയും തമാശയൊക്കെ? അതൊന്നുമില്ല അമ്മേ, ഞങ്ങൾ ഓഫീസിലത്തെ കാര്യം പറഞ്ഞതാണ്. പിന്നെ ഞാൻ നിങ്ങളൊരു കാര്യം, കല്യാണത്തിൻ്റെ കാര്യം ചോദിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ ഈ സംഗീതേ, അഞ്ജലിയെ വിളിച്ചോ? അപ്പോൾ അവൾ പറയും, സംഗീത പറയും, ഞാൻ ഭവാനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഭവാനിയോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗഭാഗ്യമ്മ വഴക്ക് പറയും സംഗീതയെ, ഭവാനി എന്താ ജോലിക്കാരിയാണോ? നീയല്ലേ വിളിക്കേണ്ടത്? ഈ പണ്ട് അവൾ നിൻ്റെ ആങ്ങളുടെ മകൾ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അവൾ നിൻ്റെ മരുമകളാവാൻ പോകുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ നീ തീർച്ചയായിട്ടും അവളെ വിളിച്ച് വരുന്ന കാര്യം സൂചിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ സംഗീത പറയും, ശരി അമ്മ, ഞാൻ ചെയ്തോളാം. അപ്പോൾ സൗഭാഗ്യമ്മ പറയുന്നുണ്ട്, എനിക്ക് അവരുടെ രണ്ടുപേരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി വിവാഹം നടത്തണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അജയിൻ്റെ അച്ഛനും പറയും, ശരി തന്നെയാണ് അമ്മേ, അതാണ് വേണ്ടതെന്ന്. അപ്പോൾ സത്യനെ വിളിച്ചില്ലേ, സത്യൻ എപ്പോഴാണ് വരിക എന്നെന്തെങ്കിലും പറഞ്ഞോ സംഗീതേ എന്ന് അമ്മ ചോദിക്കും. സത്യേട്ടൻ ഇപ്പോൾ വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോൾ അജയിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അമ്മ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവനോട് ഈ പോലീസ് ജോലി നിർത്തണമെന്ന് പറയണം. എന്നിട്ട് എൻ്റെ കൂടെ ഓഫീസിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ടോ മാനേജറൊക്കെ ആയിട്ടോ അവനോട് വരണം എന്ന് അമ്മ നിർബന്ധമായിട്ടും പറയണം. അപ്പം അമ്മ പറയും, അത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഫുൾ ടൈം ഇവിടെ നിന്ന് ഫ്രീ ആയിരുന്നു റെസ്റ്റ് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ സൗഭാഗ്യങ്ങളുടെ മൂത്ത മകനായ സത്യൻ അങ്ങോട്ട് വരുന്നുണ്ട് കാറിൽ. അപ്പോൾ സത്യനെ കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷവും. അപ്പോൾ സത്യൻ കയറി വരുമ്പോൾ നമ്മുടെ സംഗീതയുടെ ഭർത്താവ് തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്താ അളിയൻ്റെ മുഖം ഒരു വല്ലാതിരിക്കുന്നു, അളിയൻ ഇപ്പോഴും മാനസമയനെ പാടി നടക്കുക തന്നെയാണോ എന്ന് കളിയാക്കുന്ന രീതിയിൽ ചോദിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ സത്യന് ദേഷ്യം വരും. സത്യൻ ചോദിക്കും, ഞാനിങ്ങനെ മാനസമയനെ പാടി നടക്കുന്നതിൽ അളിയന് വല്ല പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. അപ്പോൾ സംഗീത പറയും, അയ്യോ ചേട്ടനൊന്നും തെറ്റിദ്ധരിക്കല്ലേ, ചേട്ടൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ്, അത് ഇങ്ങനെ സീരിയസ് ആക്കി എടുക്കല്ലേ, അത് വെറുതെ തമാശയാണ്. അപ്പോൾ സത്യം പറയും, എനിക്ക് ഈ വക തമാശകളൊന്നും കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, എനിക്ക് അതൊന്നും പ്രശ്നമുള്ളതില്ല, നീ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് സത്യൻ സംഗീതനെ ആശ്വസിപ്പിക്കും. കൂട്ടത്തിൽ സത്യൻ ഒരു കാര്യം കൂടി പറയും, അമ്മേ, ഞാൻ അജയൻ്റെ അടുത്ത് വിവാഹക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് കുറച്ചുകൂടി സമയം വേണമെന്നാണ്,
എന്ന്. അപ്പോൾ സംഗീത സൗഭാഗ്യാമ്മ ചോദിക്കും, കുറച്ചും കൂടി സമയമോ? അതെ, അവൻ കുറച്ചും കൂടി സമയം വേണം എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടിട്ടാണ് ഭവാനി അങ്ങോട്ട് വരുന്നത്. ഭവാനി ചോദിക്കും, ആർക്കാണ് യഥാർത്ഥത്തിൽ സമയം വേണ്ടത്? അജയിനാണോ അതോ അജയിൻ്റെ ഉപദേശിക്കാണോ? എൻ്റെ മകളായിട്ടുള്ള വിവാഹം മുടക്കാനുള്ള തയ്യാറെടുപ്പിലാണോ നിങ്ങൾ എന്ന് ചോദിച്ച് സത്യൻ്റെ അടുത്ത് ചൂടാവുകയാണ്. അപ്പോൾ സൗഭാഗ്യാമ്മ പറയും, ഭവാനി നീ മിണ്ടാതിരിക്കുക, നീ എന്തിനാണ് ഇവനെ കാണുമ്പോൾ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് സൗഭാഗ്യാമ്മ ഭവാനിയോട് തിരിച്ചു ചോദിക്കണം. ഭവാനി പറയും, എനിക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ടത്, ഞാനല്ലേ കിടന്ന് വിഷമിക്കുന്നത്, ഇയാൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷമങ്ങൾ ഞാനല്ലേ അനുഭവിക്കുന്നത്. അപ്പോൾ സൗഭാഗ്യാമ്മ പറയും, മതി, ഇതിപ്പോൾ ഒരു നല്ല വിശേഷം നടക്കുന്ന സമയമാണ്, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പറഞ്ഞത് തന്നെ പറഞ്ഞ് നീ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാക്കരുത്. നീ അഞ്ജലിയോട് വരാൻ പറഞ്ഞോ എന്ന് ചോദിക്കും. അമ്മ, ഞാൻ അവളോട് വരാൻ പറഞ്ഞു, പക്ഷെ എന്താണ് കാര്യമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയും. പിന്നെ സൗഭാഗ്യാമ്മ സത്യനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ബിസിനസ് കാര്യങ്ങൾക്കൊന്നും പോകാറില്ലേ? നമ്മുടെ തോട്ടവും കാര്യമൊന്നും നീ നോക്കാറില്ലേ? അവിടെ മാനേജറുണ്ട് അമ്മേ, ഞാൻ പോകാറൊന്നുമില്ല. മോനെ, മാനേജർമാരൊക്കെ ചിലപ്പോൾ വല്ല കള്ളത്തരങ്ങളൊക്കെ ചെയ്യും, നീ അവിടേക്ക് സ്ഥിരം പോയി നോക്കണ്ടേ? അമ്മേ, അവളുണ്ടായിരുന്നപ്പോൾ, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ അവളല്ലേ ഇതെല്ലാം നോക്കിയിരുന്നത്. ലാസ്റ്റ് അവൾ കുഞ്ഞിനെയും കൊണ്ട് 22 വർഷം മുൻപാണ് അങ്ങോട്ട് പോയത്. അതിനുശേഷം അവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആ സ്ഥലത്തേക്ക് ഞാൻ എങ്ങനെയാണ് അമ്മയെ പോകും? എനിക്കതിനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞ് സത്യൻ വിഷമിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു കാറ് വരുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ കാറിൽ ആരാണ് ഈ വരുന്നതെന്ന് നോക്കാൻ അവരെല്ലാവരും കൂടി നോക്കിയപ്പോൾ അന്ന് ഭവാനിയുടെയും സാഗറിൻ്റെയും മകൾ അഞ്ജലിയാണ്. അപ്പോൾ അഞ്ജലി വളരെ സന്തോഷത്തിൽ പുറത്തിറങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇവർ വിവാഹിതരായ സീരിയലിലെ വിശേഷങ്ങൾ നേരത്തെ അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.